എന്താ പെണ്ണിന് ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എല്ലാ അച്ഛന്മാർക്കും ഉള്ളത് തന്നെ ഇത്. നമ്മളിത് അത്ര കണ്ടതാണ്. ഇവളൊന്നും കഴിക്കുന്നില്ല. കുടിക്കേ, ചായ കുടിക്കേ. ഒളിപ്പ് വരും, ഒളിപ്പ് വരും. എടുക്കാപ്പ, അവള് വരട്ടെ. ഇല്ല, ഒളിപ്പം വരും. ഓളൊന്ന് ഡ്രസ് മാറാൻ വന്നത് ഇപ്പം വരും. അത് സാരമില്ല അച്ഛാ, അവള് വരട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒളിപ്പം വരും, മോനെ, ഇപ്പം വരും. എന്റെ ഡോക്ടർ കാശ് വന്നിട്ട് മതി അച്ഛാവിടെയൊക്കെ. ദാസ, എന്നാലും നമ്മളെ കണ്ണും പിടിച്ച് അവള് എവിടെയാ പോയത്? ആരെവിടെ പോയി എന്നാണ് അമ്മ പറയുന്നത്? അതൊന്നുമില്ല, ഒരു പൂച്ച ഒളിച്ചോടി പോയി, അതാണ് അമ്മ പറഞ്ഞത്. ഹലോ, ആ കിട്ടിയ ശേഷില്ല. ആരെങ്കിലും നിങ്ങള് വേഗം എങ്ങനെന്തായാലും കുഴപ്പമില്ല, എങ്ങനെയും കുഴപ്പമില്ല. എസ്ഐക്ക് എന്തായാലും കൊടുക്ക്. കോടി ഓട്ടിട്ട് വന്നാ മതി കേട്ടാ. ഓക്കെ. ആ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ശിവു, അവളിപ്പോ വരും. അവളെ ആ പവിത്രന്റെ മകനുമായിട്ട് ഒന്ന് ടൗൺ വരെ പോയതാ അവന്റെ വണ്ടിയില്. അതെ, അവൾക്കൊരു ലിപ്സ്റ്റിക് വാങ്ങാൻ പോയതാണ്. ഇപ്പൊ വരും. എടാ ദാസ, അവ അതിന്റെ പൂട്ട് ആരാങ്ങും പൊളിച്ചിനാ? അല്ല ഓളിനെ പൊളിച്ചിട്ട് പോയിനി? അമ്മേ, അത് ആ ഡോറിന്റെ വിചാരി ലൂസാണ്. അത് അതുകൊണ്ടാണത്, അതുകൊണ്ട് പൊട്ടിയതാ. അതെ, ആ ഡോറിന്റെ വിചാരി ലൂസായിരുന്നു കുറച്ച് ദിവസമായി, അതുകൊണ്ടത് പൊട്ടിയതാ. അമ്മയാണ്, അമ്മക്ക് ചെറിയൊരു ന്യൂസ് ഉണ്ട്. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് കാര്യാക്കണ്ട കേട്ടാ, അതൊന്നും കാര്യാക്കണ്ട. അല്ലേ പറ, നിങ്ങളെ മോളോട് ഉണ്ടാ അല്ല ഒളിച്ചോടിയാ? ഇല്ല ശിവു, അവൾ ഒളിച്ചോടിയെന്നൊന്നും പറയാൻ പറ്റൂല. അവളെ ഒരു പര്യവേഷണത്തിന് പോയതാ. ആധുനിക കാലല്ലേ, കണ്ടുവന്ന നിനക്ക് തന്നെ കെട്ടിച്ചേരാം. നീ പറഞ്ഞു നിനക്ക് തന്നെ പോകണം നിർബന്ധമുണ്ടാ? പുറത്ത് രമേശിന്റെ മോള് സുഷമയുണ്ട്. വാ മോനെ ഷിബു, നീ പഴം കഴിക്ക്. ബ്രോക്കറെ, നിങ്ങളും കഴിക്ക്. ഓളിപ്പം വരും. ആ പവിത്രന്റെ മോന്റെ വണ്ടിക്ക് സ്പീഡ് കുറവാ, അതാ ഇപ്പം വരും. ശിവു വന്നേ, നമുക്ക് പോയേക്കാം. ഷിബു നിൽക്കണേ. എന്റെ മൂത്ത മകൾ ഒളിച്ചോടിന്ന് കരുതി എനിക്ക് ഇളയ മകൻ ഇല്ലെന്നാണോ നീ കരുതുന്നത്? ഇളയാണോ? അതെവിടെ? അവൾക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ. നീ ഒരു ഗൾഫുകാരനല്ലേ? ഏതായാലും ഒരു 10 വർഷം നീ ഗൾഫിൽ തന്നെ നിന്നു. അവള് റെഡിയാകുമ്പോ ഞാൻ നിന്നെ വിളിക്കാം.